ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ കംപ്ലയിൻറ്റ് വെച്ച് കഴിഞ്ഞാൽ റെനോൾട്ട് പൾസ് ഉണ്ടോ. കസ്റ്റമർ കംപ്ലയിൻറ്റ് വെച്ച് കഴിഞ്ഞാൽ എ സിൻ്റെ ബ്ലോവർ ഓൺ ആയി കഴിഞ്ഞാൽ മോട്ടർ വർക്കാവില്ല. അതാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ്. ബ്ലോവർ മോട്ടർ ചില സമയത്ത് വർക്കാവും, ചില സമയത്ത് വർക്കാവില്ല. ഓടിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് വർക്കാവും, പിന്നെ പെട്ടെന്നാണ് വർക്കാവായിരിക്കും. ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ വർക്കാവായിരിക്കും. അങ്ങനെയൊക്കെയാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വന്ന സമയത്ത് വർക്കായി ഉണ്ടായില്ല. അപ്പോൾ ജസ്റ്റ് ആ ബ്ലോവറിൻ്റെ അവിടെ നിന്ന് കൊട്ടി കൊടുത്തപ്പോൾ വർക്കായിട്ടോ. ആ ബ്ലോവറിൻ്റെ കംപ്ലയിൻ്റാണ്, ബ്ലോവർ മോട്ടറിൻ്റെ കംപ്ലയിൻ്റാണ്. ബ്രഷ് തീർന്നിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാണ് അത് അങ്ങനെ തട്ടി കൊടുത്ത വർക്കാണ്. അപ്പോൾ ഇതാണ് ബ്ലോവർ മോട്ടർ. ഡ്രൈവർ സൈഡ് ക്ലച്ച് ബട്ടൻ്റെ ഒക്കെ മുകളിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് ഡാഷ്ബോർഡ് അയക്കണ്ട. ഡാഷ്ബോർഡ് അയക്കാതെ നമുക്ക് ബ്ലോവർ മോട്ടർ അയക്കാൻ പറ്റുമോ. അപ്പോൾ അയക്കാൻ എല്ലാ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സ്റ്റീറിങ്ങിൻ്റെ കോണം ഫുള്ളായിട്ട് അവിടെ നിന്ന് അയച്ച് പുറത്തേക്ക് എടുത്തേക്കണം. അപ്പോൾ അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടാകും. സ്റ്റീറിങ്ങിൻ്റെ മുകളിലെ കോമ്പിനേഷൻ സ്വിച്ചിൻ്റെ പവർ മൊഡ്യൂളിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് കോളം അവിടെ നിന്ന് മാറ്റി വെക്കണം. എന്നിട്ട് വേണം അയക്കാൻ. പിന്നെ ഉള്ളത് നമുക്കുള്ളത് ക്ലച്ച് പെടൽ ഇതിൻ്റെ കൂടെ അയച്ചേക്കണ്ടോ. അപ്പോൾ ആ ഭാഗത്ത് തടയായിരിക്കും വേണ്ടി ക്ലച്ച് പെടലും അയക്കണം. ഒരു 13 ഞെട്ടുണ്ടായിരിക്കും, അത് അയച്ച് മാറ്റുക. HMCന്ന് ജസ്റ്റ് ഒന്ന് വേറെടുത്ത് ചെയ്യാൻ കേട്ടോ. HMC അയച്ച് പുറത്തേക്ക് എടുക്കുന്ന ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അയക്കണം. അപ്പോൾ നമ്മൾ ക്ലച്ച് പെടലിൻ്റെ അസംബ്ലി അയച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് സ്റ്റീറിങ്ങിൻ്റെ കോളം അയച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് അവിടുത്തെ വയറിങ് കാര്യങ്ങൾ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിക്കാനുള്ളത് പിന്നിലേക്ക് പോകുന്ന സ്റ്റീറിങ്ങിൻ്റെ റാഡുണ്ടല്ലോ, അത് അവിടുന്ന് ഊരി മാറ്റിയേക്കണം. ഒരു 13 ബോൾട്ട് ഉണ്ടായിരിക്കും. അടിയത്തെ ബോൾട്ട് അയച്ചെടുക്കാം, മുകളിലത്തെ ബോൾട്ട് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നിൽ നിന്നുള്ള ആ ഒരു കണക്ഷൻ വേറെടുത്തെടുക്കാൻ പറ്റും. അപ്പോൾ അടിയിൽ ബോൾട്ട് ഊരിയിട്ടുണ്ട്. അപ്പോൾ മുകളിലത്തെ ബോൾട്ട് ലൂസാക്കിയിട്ടുണ്ട്. ഇനി അത് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്തെടുക്കണം. ചിലത് ടൈറ്റ് ഉണ്ടായിരിക്കും, ചിലത് പെട്ടെന്ന് പോരും കേട്ടോ. അപ്പോൾ അതൊന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം അടുത്ത പരിപാടി ചെയ്യാനുള്ളത്. മുകളിലത്തെ ബോട്ട് ലൂസായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ലൂസാക്കിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മുകളിലേക്ക് സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ പിന്നിലുള്ള കണക്ഷൻ ഊരിയെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് പോകുന്നുണ്ട്. കണ്ടോ, ഇനി ഇതിങ്ങനെ താത്തി വെച്ചാൽ മതി കേട്ടോ. ഇനി ആ സ്റ്റീറിങ്ങിൻ്റെ കുളത്തിൻ്റെ ഒപ്പം ഒന്നിച്ചിട്ട് പോരും. അപ്പോൾ അതിന് ശേഷം കീ ഊരിയിട്ട് സ്റ്റീറിങ് ലോക്കാക്കണം. എയർ ബാഗ് ഇല്ലാതുകൊണ്ട് തന്നെ അത് തിരിയാൻ പാടില്ല. തിരിഞ്ഞാൽ അതിനകത്ത് സ്പയറിങ് കേബിൾ ഉണ്ടാവുകൊണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് നടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അയച്ചുകൊണ്ടു തന്നെ സ്റ്റീറിങ് സെൻറ്റർ ആയതിനു ശേഷം ആ കീ ഊരിയ അത് ലോക്കാക്കിയിടാം. അടുത്ത് നമുക്ക് കഴിക്കാനുള്ളത് ഏറ്റവും ലാസ്റ്റ് ഒരു 13 ബോൾട്ട് ഇങ്ങനെ വിലങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് അഴിക്കണം. അത് അഴിച്ചതിന് ശേഷം സ്റ്റീറിങ്ങിൻ്റെ മുകളിൽ കുറച്ചും കൂടി മുകളിലിട്ട് വന്നു കഴിഞ്ഞാൽ 13 2 നെട്ടുണ്ടായിരിക്കും. കേട്ടോ, ഒന്നിതാ പുറത്തുണ്ടായിരിക്കും. ആ നെട്ടും കൂടി അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കോളം ഫുള്ളായിട്ട് പുറത്തേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നെട്ടും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് ആ സ്റ്റീറിങ് ജസ്റ്റ് ഒന്ന് താത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് പോരാൻ കുറച്ച് റിസ്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റീറിങ്ങിൻ്റെ മോട്ടറും കൂടി അതിൻ്റെ ഇടയിൽ കൂടെ അയച്ചെടുത്ത് പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അത് അവിടെ തടയുണ്ട് കേട്ടോ. പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് അവിടെ തടയുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റീറിങ്ങിൻ്റെ മോട്ടർ അയച്ചിട്ടുണ്ട്. ഇനി ഇത് പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയ്ക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ. കുറച്ച് അവിടെ ഇവിടെയൊക്കെ തടയുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പതിയെ അങ്ങോട്ട് പൊക്കി പുറത്തേക്ക് എടുത്താൽ മതി. സ്റ്റീറിങ്ങിൻ്റെ മോട്ടർ മാത്രമേ നമ്മൾ അയച്ചിട്ടുള്ളൂ. ആ ഒരു തടച്ചിൽ മാത്രം ഉണ്ടായതുകൊണ്ട് അത് മാത്രമേ അയച്ചിട്ടുള്ളൂ. ബാക്കി അവിടെ ചെറിയ കമ്പികളും കാര്യങ്ങളൊക്കെ തടയുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ചെയ്ത് കാര്യങ്ങൾക്ക് നോക്കിയെടുത്ത് കഴിഞ്ഞാൽ അതൊന്ന് പുറത്തേക്ക് പോരും കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാണ്ട് മാറ്റി വെച്ചിട്ട് വേണം അടുത്ത പണി തുടങ്ങാൻ. ഇതേപോലെയാണ് മാറ്റി വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത പണി തുടങ്ങാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണിച്ചു തരാം. ബ്ലോവർ മോട്ടർ ഇരിക്കുന്നത് കണ്ടോ, ഉള്ളിലിരിക്കണം. അതൊരു കപ്ലർ ഉണ്ടായിരിക്കും. ആ വയറിങ് അഴിച്ചിടുക. പിന്നെ ഒരു സ്ക്രൂ ഉണ്ടോ, അതിനുള്ളിൽ ഒരു സ്ക്രൂ അഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഭാഗത്ത് തിരിച്ച് കഴിഞ്ഞാൽ ആണ് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അത്ര സിമ്പിളായിട്ട് പോയില്ല. അവിടെ ഇവിടെയൊക്കെ തടയും. അപ്പോൾ കറക്റ്റ് നോക്കി അതിൻ്റെ ഒരു മട്ടത്തിന് എടുക്കുക. അപ്പോൾ അതിന് ആ വയറിങ് അഴിക്കണം. ആ ഒരു കപ്ലർ അഴിക്കുക. അതിനുശേഷം ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും. ആ സ്ക്രൂ കൊണ്ട് കഴിച്ചുകൊണ്ട്
തിരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആ കപ്ലർ അയച്ചിട്ടുണ്ട്. ഇനി അതാ സ്റ്റാർ അയച്ചെടുക്കണ്ടോ. അപ്പോൾ ഒരു സ്റ്റാറുള്ള ലാസ്റ്റ് കിടക്കുന്ന ആ സ്റ്റാറാണ്. അത് അയച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റൈറ്റ് സൈഡിലേക്ക് കിട്ടോ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിച്ചാൽ മതി. ജസ്റ്റ് ഒരു കറക്കം അത്രേ ഉള്ളൂ. അതാണ് ലോക്ക് തിരിഞ്ഞ് കയറിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാറേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ സ്റ്റാർ അയച്ചിട്ടുണ്ട്. നമുക്ക് തിരിക്കാം. ഉണ്ടോ, ഇങ്ങോട്ടല്ല, നേരെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു കൊടുത്താൽ മതി. കണ്ടോ, തിരിഞ്ഞു നേരെ ബാക്കിലേക്ക് വലിച്ചെടുക്കുക. സിമ്പിളായിട്ട് പോലും വിചാരിക്കേണ്ട, അതവിടെ തടയിട്ടോ. വന്നിട്ട് ഇത് പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ചെയ്ത് ഒരു ഇതിലേക്ക് പോരും. അതെങ്ങനെയെന്ന് പറയാൻ പറ്റില്ല, ഒരു സൈഡിൽ കൂടെ പോരും അത്. അപ്പം അതിൻ്റെ മുന്നേ ഒരു കവറും കൂടി അയച്ചിടും കേട്ടോ. അതിൻ്റെ സൈഡിലൊരു കവറുണ്ട്. ജസ്റ്റ് സ്റ്റാറല്ല, അല്ലാതെ തന്നെ ആ ലോക്കുണ്ട്. ആ ലോക്ക് ഊരിന് അയച്ചെടുത്താൽ മതി. ആ ഒരു പെട്ടി പോലത്തെ അത് അയച്ചെടുക്കണം. എന്നാലേ അവിടുന്ന് ബ്ലോവർ മോട്ടറിന് പോരുള്ളൂ. അപ്പോൾ നമ്മൾ ആ കവർ അയച്ചിട്ടുണ്ട്. ഇതാ ബ്ലോവർ മോട്ടർ ഷെയ്ക്ക് എടുക്കുക കേട്ടോ. അതാ ബ്ലോവർ മോട്ടർ അതാ പോരുന്നു. ഓക്കെ, നമ്മൾ ബ്ലോവർ മോട്ടർ അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ ബ്ലോവർ മോട്ടർ. ഇനി ഇത് പുതിയത് കൊടുന്ന് ഫിറ്റ് ചെയ്യണം.